നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ബാർക്കോഴ വിവാദത്തിൽ CPIM സമീപനത്തെ കടന്നാക്രമിച്ച് CPI KM മാണിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾക്ക് CPIയെ കിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. ഇനി CPI അഡ്ജസ്റ്റ്മെന്റ് സമരത്തിനില്ല എന്ന് CPI അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു വ്യക്തമാക്കി. മാണിയുടെ രാജി ആവശ്യപ്പെട്ട് CPI ഒറ്റയ്ക്ക് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലാണ് നേതാക്കളുടെ വിമർശനം. ബാർക്കോഴ വിവാദത്തിൽ LDF യോഗം കൂടി യോജിച്ച സമരം നടത്താനാകാത്ത സാഹചര്യത്തിലാണ് CPI സ്വന്തം നിലയിൽ സമരം പ്രഖ്യാപിച്ചത്. മന്ത്രി KM മാണി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്ന പാർട്ടിയുടെ പ്രഖ്യാപന നിലപാട് ഉയർത്തി CPI ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. CPIMനെതിരെ രൂക്ഷ വിമർശനമാണ് മാർച്ചിൽ പ്രസംഗിച്ച നേതാക്കൾ ഉയർത്തിയത്. KM മാണിയെ മുഖ്യമന്ത്രിയാക്കാമെന്ന കട്ടിൽ കണ്ട് ആരും പനിക്കേണ്ടെന്നും ആ കട്ടിൽ പിടിക്കാൻ തങ്ങളെ കിട്ടില്ലെന്നും പന്ന്യൻ രവീന്ദ്രൻ CPIMന് താക്കീത് നൽകി. മാണി പാരമ്പര്യമുള്ള ആളാണ്. മാണി ഒരുപാട് മുഖ്യമന്ത്രിയായ ധനകാര്യമന്ത്രിയാണ്. അയാൾ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഒരു നല്ല ആളാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളോട് ഞങ്ങൾ പറഞ്ഞേക്കാം, ആ സ്വപ്നം ആ കട്ടിൽ കണ്ട് ആരും നിൽക്കണ്ട, ആ കട്ടിൽ പിടിക്കാൻ ഞങ്ങളെ കിട്ടില്ലെന്ന് മാത്രമേ ഞങ്ങളിപ്പോ പറയുന്നുള്ളൂ. പിടിക്കുന്ന ആളുകൾ പിടിച്ചുകൊണ്ടുപോകണം. അഴിമതി കട്ടിലുമായി ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർ പോയിക്കൊള്ളണം. ഞങ്ങൾ അതിലില്ല. നികുതി വർധനവിനെതിരെ LDF തുടങ്ങി വെച്ച സമരം വഴിക്ക് വെച്ച് നിന്നുപോയി. അതിന്റെ കാരണം എന്താണെന്ന് താൻ പിന്നെ പറയുമെന്നും പന്ന്യൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ യോഗം ചേർന്ന് തീരുമാനിച്ചു, സംസ്ഥാന വ്യാപകമായ സമരം ആരംഭിക്കുന്നു. ആ സമരം വഴിക്ക് വെച്ച് നിന്നുപോയി. ആ നിന്നുപോയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല, പറയേണ്ട സമയത്ത് പറയാം. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPIക്ക് ഇതുപോലെ ഒരു പാർട്ടി മാത്രമായി ഒരു സമരത്തിൽ രംഗത്ത് വരേണ്ട കാര്യമുണ്ടായത് ഞങ്ങൾക്കാണ്. ആ സമരം ഞങ്ങൾ വഴിക്ക് വെച്ച് പ്രവേശിക്കാൻ പോകുന്നതല്ല. LDF UDF അഡ്ജസ്റ്റ്മെന്റ് സമരവുമായി ഇനി സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് CPI ഇല്ലെന്ന് പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി K പ്രകാശ് ബാബുവും വ്യക്തമാക്കി. പരസ്പര ധാരണയോടുകൂടി ഒരു സമരം നടത്താൻ ഇനി ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു സമയം പോലും ഒരു സന്ദർഭം പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ ഉറച്ച തീരുമാനമാണ് ഉള്ളത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. CPI നേതാവ് ശ്രീ പ്രകാശ് ബാബു, ശ്രീ ആന്റണി രാജു, ശ്രീ KM ഷാജഹാൻ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ പ്രകാശ് ബാബു, LDF UDF അഡ്ജസ്റ്റ്മെന്റ് സമരം അതിനിയില്ല. ഏതായിരുന്നു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയ സമരങ്ങൾ? ഗവൺമെന്റിനെതിരായ പ്രക്ഷോഭങ്ങളിലേക്ക് പോകുമ്പോൾ ഗവൺമെന്റുമായി ഒരു ധാരണയോടുകൂടി സമരം നടത്തുന്ന ഒരു സമീപനത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്നുള്ളത് ഞങ്ങൾ വളരെ വ്യക്തമാക്കിയതാണ്. അത് കഴിഞ്ഞ എക്സിക്യൂട്ടീവിന് ശേഷം, സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും യോഗങ്ങൾ കൂടിയതിനു ശേഷം പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനത്തിൽ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പ്രക്ഷോഭണം നടത്തുമ്പോൾ ആ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റുമായി ഒരു ധാരണയുണ്ടാക്കി സമരം അവസാനിപ്പിക്കുക എന്ന് പറയുന്നതും ഗവൺമെന്റുമായി ഒരു രഹസ്യധാരണ ഉണ്ടാക്കി അവസാനിപ്പിക്കുക എന്ന് പറയുന്നതും രണ്ടാണ്. എന്തായാലും ഗവൺമെന്റുമായി എല്ലാവരും പരസ്പരം ചിലപ്പോൾ സമരങ്ങൾ വരുമ്പോൾ പരസ്പരം ധാരണ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അത്തരത്തിൽ പരസ്യമായ ധാരണയോടുകൂടി അല്ലാതെ ഒരു സമരവും അങ്ങനെ നടത്തുന്നതിനോ ആ സമരം അവസാനിപ്പിക്കുന്നതിനോ ഞങ്ങളില്ല എന്നുള്ളതാണ് ഞാൻ ആ സമരത്തിൽ വ്യക്തമാക്കിയത്. മുമ്പ് കേരളത്തിൽ നടന്നിട്ടുള്ള പല സമരങ്ങളും അതിൻ്റെ എല്ലാത്തിൻ്റെയും ചരിത്രം നമുക്ക് നല്ലതുപോലെ അറിയാം. ചില സമരങ്ങൾ എങ്ങനെ അവസാനിച്ചു എന്ന് ചോദിച്ചാൽ പല സമ്മേളനങ്ങളിൽ വെച്ച് പല സന്ദർഭങ്ങളിൽ പാർട്ടിയുടെ പ്രവർത്തകർ ഞങ്ങളോട് എങ്ങനെയാണ് ആ സമരം അവസാനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ കഴിയാത്ത നിരവധി സന്ദർഭങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു സമരത്തിലേക്ക് പോകാൻ ഞങ്ങളില്ല എന്നുള്ളത് വളരെ ഉറച്ച ഒരു തീരുമാനമായിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതാണ് ഇന്നത്തെ യോഗത്തിലും വ്യക്തമാക്കിയിട്ടുള്ളത്. ദയവായി തുടരുക. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ AK ബാലൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ AK ബാലൻ, ഇന്ന് KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട് CPI നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒന്ന്, LDF ആവശ്യപ്പെട്ടിട്ടും പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും LDF വിളിച്ചില്ല. 2, അഡ്ജസ്റ്റ്മെൻറ്റ് സമരങ്ങൾ നടക്കുന്നു. ഇപ്പോൾ പ്രകാശ് ബാബു അത് വിശദീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ജുഡീഷ്യൽ അന്വേഷണമല്ല വേണ്ടത്, പോലീസ് അന്വേഷണത്തിൽ കാര്യമില്ല. അഴിമതി കട്ടിൽ പിടിച്ച് KM മാണിയുടെ അഴിമതി കട്ടിൽ പിടിച്ച് സർക്കാരുണ്ടാക്കാൻ അവരില്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് CPIക്കാരോട് തന്നെ ചോദിക്കണം. അതിനിപ്പോ ഞാനല്ലല്ലോ ഉത്തരം പറയേണ്ടത്.
ഇതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. മാണിയെ കൂട്ടി ഒരു ബദൽ ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPIM-ഓ ഇന്നേ വരെ തീരുമാനിച്ചിട്ടുമില്ല, അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. മാത്രമല്ല, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പത്രദൃശ്യ മാധ്യമങ്ങൾ സഖാവ് പിണറായിയോട് ചോദിച്ചു, ഇപ്പൊ 2 MLA-മാരുടെ വ്യത്യാസമല്ലേ ഉള്ളൂ, ഈ ഗവൺമെന്റിനെ നിങ്ങൾ വിചാരിച്ചാൽ അട്ടിമറിക്കാൻ പറ്റുള്ളൂ എന്ന്. അന്ന് 4 വർഷം മുമ്പേ സഖാവ് പിണറായി പറഞ്ഞത് പാർലമെന്ററി ഉപജാപക സംവിധാനത്തിൽ ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ഞങ്ങളില്ല, ഒരു MLA-യുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. ഇപ്പോഴും അതുതന്നെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയത്തിന് CPIM ഉത്തരവാദിയല്ല. പിന്നെ സമരം നടത്താൻ എല്ലാ പാർട്ടികൾക്കും അധികാരമുണ്ട്, അവകാശമുണ്ട്. ഇപ്പോ അട്ടപ്പാടിയിലെ ആദിവാസി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭം CPI നടത്തുകയാണ്, CPM നടത്തുകയാണ്. ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. മിക്ക ഡിമാൻഡുകളും തത്വത്തിൽ ഗവൺമെന്റ് അംഗീകരിച്ചു. ഇപ്പോ ക്യാബിനറ്റ് തീരുമാനമായി, എല്ലാ കാര്യവും അംഗീകരിച്ചു എന്നുള്ളതല്ല. പക്ഷെ ഗവൺമെന്റ് തന്നെ സമ്മതിക്കേണ്ടി വന്നു ഞങ്ങൾക്ക് പെശക് സംഭവിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് എല്ലാ സമരവും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം നടന്നൊരു പ്രക്ഷോഭം എഞ്ചിനീയറിംഗ് കോളേജിലെ ശ്രീ എ കെ ബാലൻ ആ ചരിത്രത്തിലേക്ക് വരാം. ഇതിപ്പോൾ CPI ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വളരെ വ്യക്തതയോടുകൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പല പ്രാവശ്യം LDF വിളിച്ച് KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട ഒരു സംയുക്ത പ്രക്ഷോഭം അതിന് പോകണം എന്ന് പറഞ്ഞു. ഫോണിൽ സംസാരിച്ചു, കത്ത് നൽകി, പ്രതികരണമില്ല. അപ്പോഴാണ് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ LDF UDF അഡ്ജസ്റ്റ്മെൻറ്റ് സമരത്തിന് ഇനി അവരില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് സമരത്തിന് ഇറങ്ങിയത്. രണ്ടാമത്തെ കാര്യം, അതുപോലെ തന്നെ LDF ചേർന്ന് തീരുമാനമെടുത്തതാണല്ലോ, പന്ന്യൻ രവീന്ദ്രൻ പറയുന്നതാണ്, സംസ്ഥാന വ്യാപകമായി കുടിവെള്ള നിരക്ക് വർധനയ്ക്കെതിരായ സമരം. എവിടെ വച്ചോ പാതി വഴിയിൽ വച്ച് അത് ഉപേക്ഷിച്ചു. അതുകൊണ്ട് അത്തരം സമരത്തിന് ഇനി അവർ യോജിച്ചില്ല. അതുകൊണ്ട് അവർ ഒറ്റയ്ക്ക് സമരം നടത്തി. അപ്പോൾ അവർ കൃത്യമായി കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്. പ്രകാശ് ബാബു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ നിരവധി സമരങ്ങൾ പിൻവലിച്ച ശേഷം അവർ അവരുടെ പാർട്ടി പ്രവർത്തകരോട് മറുപടി പറയാൻ കഴിയാതെ വിഷമിച്ച കാര്യം പറയുന്നുണ്ട്. അതെ, അവരുടെ പാർട്ടിയിൽ വരുന്ന അഭിപ്രായങ്ങളും അതുപോലെ തന്നെയുള്ള ആശങ്കകളും ആ പാർട്ടി ഉയർത്തുന്നതിന് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിൽ യാതൊരു അപകടവും ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തുകൊണ്ടാണ് വൈകിപ്പോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനി ചേർന്ന് സംയുക്ത പ്രക്ഷോഭത്തിന് ആലോചിക്കാൻ പോകുന്നു എന്ന് സഖാവ് പിണറായി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വൈകിയത് എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് സമരം എന്നുള്ളത് അദ്ദേഹം CPIM-നെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കില്ല പറയുക. കാരണം അവർ അഡ്ജസ്റ്റ്മെന്റ് സമരം ഇവിടെ ഏതെങ്കിലും നടന്ന് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ശക്തമായൊരു പ്രക്ഷോഭം ഈ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് അതിലേക്ക് വരാം. ദയവായി താങ്കൾ ആ സമരത്തിലേക്ക് വരാം. ശ്രീ എ കെ ബാലൻ ദയവായി തുടരുക. ശ്രീ പ്രകാശ് ബാബു, ഒന്ന്, KM മാണിയുമായി കൂട്ടുചേർന്ന ഒരു സർക്കാർ എന്നത് LDF ചർച്ച ചെയ്തിട്ടില്ല. CPIM സംസ്ഥാന സെക്രട്ടറി ഓരോ സമയത്തും അത് സംബന്ധിച്ച വാർത്തകൾ കൃത്യമായി മാധ്യമങ്ങളോട് നിഷേധിച്ചിട്ടുണ്ട്. ഇതാണ് ശ്രീ എ കെ ബാലൻ പറയുന്ന കാര്യം. രണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് സമരം അവർക്കറിയില്ല, നിങ്ങൾ വ്യക്തമാക്കണം. ഒരു രീതിയിലും LDF ചേരും, LDF ചേർന്ന് സമരം നടത്തും. പിന്നെ നിങ്ങൾ സമരം നടത്തിക്കോളൂ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് KM മാണിക്കെതിരെ KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരം മാണിക്കും ഉമ്മൻചാണ്ടിക്കും എതിരായി പറയുന്നതിനും അപ്പുറം LDF-ൻ്റെ വീഴ്ചകൾ, അതിലെ പരിമിതികൾ, അതിൻ്റെ പോരായ്മകൾ അത് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി താങ്കളും പന്ന്യൻ രവീന്ദ്രൻ വിനിയോഗിച്ചത്? ഞങ്ങൾ LDF-ൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ അക്കാര്യങ്ങൾ പറഞ്ഞു. ഒക്ടോബർ മാസം 31-ാം തീയതിയാണ് ഈ ബാർക്കോഴ വിവാദത്തിന് ബിജു രമേശ് എന്ന ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ ഭാരവാഹി ആദ്യമായി ആ വാർത്ത പുറത്തുവിടുന്നത്. ഞങ്ങൾ 1 കോടി രൂപ ശ്രീ KM മാണിക്ക് നൽകിയെന്നും 5 കോടി രൂപയാണ് ചോദിച്ചത് എന്നുള്ള വാർത്ത ആദ്യമായി പുറത്തുവിടുന്ന ഒക്ടോബർ 31-നാണ്. 2-ാം തീയതി പന്ന്യൻ രവീന്ദ്രൻ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി LDF-ൻ്റെ യോഗം വിളിക്കുന്നതിന് വേണ്ടി ടെലിഫോണിൽ കൂടി LDF കൺവീനറോട് ആവശ്യപ്പെട്ടു.
എന്നാൽ അതിന് അനുകൂലമായ ഒരു മറുപടി പെട്ടെന്ന് കിട്ടിയില്ല. പെട്ടെന്നൊന്നല്ല, 2-ാം തീയതിയും കിട്ടിയില്ല, 3-ാം തീയതിയും കിട്ടിയില്ല. 4-ാം തീയതി രാവിലെ സെക്രട്ടേറിയറ്റിൻ്റെ യോഗം കൂടുന്നത് വരെയും LDF യോഗം എന്ന് വിളിക്കുന്നു എന്നതിനെ സംബന്ധിച്ച ഒരു മറുപടി കിട്ടാതെ വന്ന സാഹചര്യത്തിൽ 4-ാം തീയതി കൂടിയ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അതിനൊരു ടെലിഫോണിൽ കൂടെ ആവശ്യപ്പെട്ടിട്ട് അതിനൊരു മറുപടി കിട്ടാത്ത സാഹചര്യത്തിൽ കത്ത് കൊടുക്കണമെന്നും ഒരുപക്ഷെ അങ്ങനെ ഒരു സമരത്തിന് LDF എന്നുള്ള നിലയിൽ യോജിച്ചു പോകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായാലും സമരങ്ങൾ നടത്തണം, പ്രക്ഷോഭത്തിലേക്ക് പോകണം എന്നും തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4-ാം തീയതി ഉച്ചയ്ക്ക് കത്ത് കൊടുക്കുകയും 12-ാം തീയതിയിലേക്ക് ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് എന്നുള്ള നിലയിൽ ആദ്യ സമര പരിപാടിക്ക് തീരുമാനമെടുക്കുകയും ചെയ്തു. 5-ാം തീയതി കൂടിയ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനാവശ്യമായ മറ്റ് തീരുമാനങ്ങളും എടുത്തു. തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ ഇന്നത് സമരത്തിലേക്ക് നീങ്ങിയത്. ഇവിടെ ശ്രീ KM മാണിയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി ആരും ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നത് ആ ഒരു അഭിപ്രായം സ്വാഗതാർഹമാണ്. എല്ലാവരും ആ കാര്യത്തിൽ ഉറച്ച സമീപനമാണെങ്കിൽ അത് നിശ്ചയമായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. LDFിൽ നിന്ന് UDFന് അങ്ങനെ തീരുമാനിക്കും. ഒരു പക്ഷേ ശ്രീ KM മാണിയെ പോലെ പരിണിതപ്രജ്ഞനായ ഒരാളിനെ മുഖ്യമന്ത്രിയാക്കാൻ UDFന് തീരുമാനിക്കാം. പക്ഷേ LDFിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിവാദം ഉണ്ടാകുമ്പോൾ, കോഴ വിവാദം, അതും പരസ്യമായി ഒരു മന്ത്രി തന്നെ കാശ് വാങ്ങിച്ചു എന്ന് കൊടുത്ത സംഘടനയുടെ ഭാരവാഹി പച്ചയായി പറയുന്ന സന്ദർഭത്തിൽ അവിടെ ശ്രീ KM മാണിക്ക് അനുകൂലമായി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അത്തരത്തിൽ ഒരു സംഭവം, ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഉണ്ടാകേണ്ടുന്ന പ്രതികരണം വരാതെ വന്ന സന്ദർഭത്തിലാണ് പലർക്കും പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ വെളിവാക്കിയതുപോലെ ശ്രീ KM മാണിയെ വ്യക്തമാണ്. ശ്രീ AK ബാലൻ, ഇത് സംശയം അവർക്കുണ്ടായി. കാരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സമയോചിതമായ ഇടപെടൽ അതിലുണ്ടായില്ല. അതുകൊണ്ടാണ് അവർക്ക് സംശയങ്ങൾ രൂപപ്പെടുന്നത്. ഇത് LDFിൻ്റെ വിമർശകരായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയുന്നതല്ല. നിങ്ങൾ ഒന്നിച്ചിരിക്കുന്നവർ, ഒരു മുന്നണിയിലുള്ളവർ, ഒന്നിച്ച് ഭരണവും പ്രതിപക്ഷ പ്രവർത്തനവും നടത്തുന്നവർ, അവർക്ക് പ്രവർത്തനത്തിൽ സംശയം വന്നിരിക്കുന്നു. അപ്പോൾ ജനങ്ങളുടെ കാര്യം പറയണോ? ജനങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഓരോ ഘടക കക്ഷിയും അവരവരുടെ തനിമ വെച്ചുകൊണ്ട്, സ്വാധീനം വെച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തുന്നതിന് യാതൊരു തകരാറുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമരം നടത്തണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കണം. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തുകൊണ്ടാണ് ചേരാൻ വൈകിപ്പോയത് എന്നുള്ളത് എനിക്കറിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേരാൻ പോകുന്നു എന്ന് സഖാവ് പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട്, കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഈ രൂപത്തിലുള്ള ഒരു പരാമർശം വന്നത് CPM-നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് തോന്നില്ല. പിന്നെ CPI-യിലെ നേതാക്കന്മാരുടെ അതേ ശൈലിയിലും അതേ രൂപത്തിലുള്ള സംസാരവും ഞങ്ങളും നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്ക് വളരെ പരിമിതികളുണ്ട്. നിങ്ങളുടെ പരിമിതികൾ അവിടെ നിൽക്കട്ടെ ശ്രീ AK ബാലൻ. ഉദാഹരണത്തിന് ഇപ്പോൾ പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, കത്ത് നൽകിയാണെങ്കിൽ അത് മാധ്യമങ്ങളോട് പറയേണ്ടതില്ലല്ലോ ഇടതുമുന്നണി ചേരുന്ന കാര്യത്തിൽ. ഇന്നിപ്പോൾ CPI നേതാക്കൾ ശ്രീ പ്രകാശ് ബാബു തന്നെ പറയുന്നത്, ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് പറഞ്ഞത്, ഞങ്ങൾ കത്ത് നൽകിയില്ലെങ്കിൽ ഇപ്പോൾ ഇടതുമുന്നണിയിൽ നിന്ന് ചില കക്ഷികൾ വിട്ടുപോയി, RSP ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ വിട്ടുപോയി. ആ സമയത്ത് CPI ഒരു നിലപാട് അവിടെ എടുത്തിരുന്നു. ആ നിലപാട് അവർ എടുത്തത് പുറത്തറിഞ്ഞില്ല. എന്ത് നിലപാടാണ് എടുത്തത്? പക്ഷേ ഇനി അത്തരത്തിൽ ഇടതുമുന്നണിക്കുള്ളിൽ അത്തരം പരിപാടികളില്ല. അവരുടെ കാര്യങ്ങൾ, അവരെടുത്ത നിലപാടുകൾ അവർ പുറത്തറിയിക്കുന്നു. അപ്പോൾ LDFുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ഒരു പ്രതിസന്ധി, അത് സമരം നടത്തുന്നതിൽ, ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ, അതുപോലെ തന്നെ UDFുമായി അതിന് നേതൃത്വം നൽകുന്ന കക്ഷി സഹകരിക്കുന്നതിൽ ഉയർന്നു വന്നിരിക്കുന്നു. വ്യക്തമായ മറുപടി പറയാതെ ഞങ്ങൾ എല്ലാം ശരിയാണ് എന്ന് പറയുമ്പോൾ, ജനങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ, നിങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ഘടകകക്ഷിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ഘടക കക്ഷിക്ക് ബോധ്യപ്പെടാത്ത പ്രശ്നം ഏതാണ് ഉള്ളത് എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ചർച്ച ചെയ്ത് പരിഹരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ LDFിലെ ഘടക കക്ഷികളായ പ്രധാനപ്പെട്ട CPIM-ഉം CPI-യും രണ്ട് ചേരിയിൽ നിന്ന് രണ്ട് ധ്രുവത്തിലാണ്. ജനങ്ങൾ വല്ലാത്ത രൂപത്തിൽ വ്യാകുലപ്പെടുന്നു എന്നുള്ള നിങ്ങളുടെ അഭിപ്രായത്തോടൊന്നും എനിക്ക് ദയവായി ശരിയാണ് താങ്കൾ പറയുന്നത്. ദയവായി തുടരുക. ശ്രീ ആന്റണി രാജു, ഇതിലൊരു പ്രധാനപ്പെട്ട കക്ഷി, ഇപ്പോൾ CPI-യും CPM-ഉമായി ഈ ഭിന്നത വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷി നിങ്ങളാണ്. നിങ്ങളുടെ അഴിമതി, KM മാണിയുടെ അഴിമതി കട്ടിൽ കണ്ട് പനിക്കേണ്ട, അതിൽ പിടിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ ആരെങ്കിലും പോവുകയാണെങ്കിൽ പൊക്കോളൂ, മുഖ്യമന്ത്രിയാക്കി ഒരു സർക്കാർ ഉണ്ടാക്കാൻ ഞങ്ങളില്ല എന്ന് CPI-ക്ക്
പറയേണ്ടി വന്നിരിക്കുന്നു? ഞങ്ങൾക്ക് CPI എന്താ ബന്ധം? ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷിയല്ലല്ലോ. ഞങ്ങളെ മുഖ്യമന്ത്രിയാക്കാൻ ആരെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ പിന്നാലെ നടന്നിട്ടുണ്ടെങ്കിൽ അത് CPIയുടെ നേതാവ് സഖാവ് പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ്. ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് അപേക്ഷ കൊടുത്ത് ഞങ്ങളെ ഇടതുപക്ഷ മുന്നണിയിൽ അംഗമാക്കാൻ പറ്റുമോ, ഞങ്ങളെ മുഖ്യമന്ത്രിയാക്കുമോ എന്നൊന്നുമല്ല ഞങ്ങൾ ചോദിച്ചു നടന്നത്. പക്ഷേ മാധ്യമങ്ങളിലൂടെ AK സെന്ററിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ മുഖ്യമന്ത്രിയാകാനുള്ള ഏറ്റവും യോഗ്യനായ വ്യക്തി KM മാണിയാണെന്ന്, അതുകൊണ്ട് KM മാണി ഞങ്ങളോടൊപ്പം വന്ന് മുഖ്യമന്ത്രിയാകണമെന്നും ഞങ്ങൾ മുഖ്യമന്ത്രി ആക്കിക്കോളാമെന്നും പിന്നാലെ യാചിച്ച് നടന്ന നേതാവ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്നുകൊണ്ട് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണൻ എന്ന മട്ടില് ജനങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ എത്രമാത്രം അപഹാസ്യരാവുകയാണ് അവർ. ഇനി ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് സമരത്തിനില്ല എന്ന പരസ്യമായ കുറ്റസമ്മത പ്രസംഗത്തിലൂടെ CPI എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ അപഹാസ്യമായിരിക്കുന്നു. സത്യസന്ധതയില്ലാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് സ്വയം കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. അവർ ആദ്യം ചെയ്യേണ്ടത് അവരുടെ അണികളോട് എത്രയോ കാലമായി അവർക്ക് വേണ്ടി സമരം ചെയ്ത് രക്തം ചൊരിഞ്ഞ വിയർപ്പ് ചിന്തിയ അണികളോട് ആദ്യം മാപ്പ് പറയണ്ടേ? ഈ ജനസമൂഹത്തെ വഞ്ചിച്ചതിന് അവരോട് മാപ്പ് പറയണ്ടേ? ഞാൻ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ നടത്തിയ അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങളിലൂടെ നിങ്ങൾ നേതാക്കന്മാർക്ക് എന്തെല്ലാം കിട്ടിയെന്ന് നിങ്ങൾ വെളിപ്പെടുത്തണ്ടേ? നിങ്ങൾ ഏതെല്ലാം സമരങ്ങളിലാണ് അഡ്ജസ്റ്റ്മെന്റ് ആരെല്ലുമായി നടത്തി എന്ന് കുറ്റസമ്മതം മൊഴി നിങ്ങൾ നടത്തണ്ടേ? അതില്ലാതെ AK സെന്ററിന് മുമ്പിൽ ഇന്ന് നടത്തേണ്ടിയിരുന്ന ഒരു സമരമാണ് യഥാർത്ഥത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയത്. LDFനകത്ത് പറയുവാൻ ചങ്കൂറ്റമില്ലാത്ത, പറയുവാൻ ഭയക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്നുകൊണ്ട് CPMന്റെ മുഖത്ത് നോക്കി ഇന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. കേരള കോൺഗ്രസ് പാർട്ടി യഥാർത്ഥത്തിൽ CPI ഭയപ്പെടുന്നു. അവർക്കൊരു ചിന്തയുണ്ട്, കേരള കോൺഗ്രസ് എങ്ങാനും ഇടതുപക്ഷ മുന്നണിക്കകത്ത് ഘടകകക്ഷിയായി വരുമോ? അതിനു മുമ്പ് ശ്രീ പ്രകാശ് ബാബു, AKG സെന്ററിന് മുന്നിൽ നിന്നുകൊണ്ട് യാചിച്ചു നിങ്ങൾ KM മാണിക്ക് വേണ്ടി. അതിന് മറുപടി പറഞ്ഞിട്ട് വേണമല്ലോ പിണറായി വിജയനെയും CPIMനെയും വിമർശിക്കാൻ. AKG സെന്ററിന് മുമ്പിൽ നിന്ന് പന്ന്യൻ രവീന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ രാജുവിൻ്റെ കഥ, അത് വേറെ ഒരു സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ശ്രീ KM മാണിക്കെതിരായി വളരെ രൂക്ഷമായ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒഴിഞ്ഞു പറയാൻ പറ്റില്ല. നിങ്ങൾ CPMനെതിരെ പറയുന്നു, ഒളിയം പെയ്യുന്നു, അവർ ആ കട്ടിൽ പിടിച്ചുകൊണ്ട് സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ താങ്കളും ഞാനും കേരളത്തിലെ എല്ലാവരും പന്ന്യൻ്റെ ആ ബൈറ്റ് കേട്ടതാണ്. പന്ന്യൻ AKG സെന്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മാണി സാർ യോഗ്യനാണ് എന്ന് പറഞ്ഞ കാര്യം, അതിനെ നമ്മൾ നിഷേധിച്ച് തള്ളിക്കളയാൻ കഴിയില്ല. അതിൽ നിങ്ങൾ കമ്മിറ്റി ചേർന്നാണോ തിരുത്തൽ വരുത്തിയത്? ഇനി KM മാണി വേണ്ട, അല്ലെങ്കിൽ അതിൽ പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞത് പാർട്ടിയോട് ആലോചിക്കാതെയായിരുന്നു, അതിൽ വ്യക്തത വരുത്തണം. പാർട്ടിയുടെ ഒരു കമ്മിറ്റിയിലും അങ്ങനെ ആലോചിച്ച് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്ന നിലയിലേക്ക് പോയിട്ടേ ഇല്ല, പോകേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. വ്യക്തിപരമായി മാണി സാറിനെ കുറിച്ച് പന്ന്യൻ രവീന്ദ്രൻ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് ഒരു രാഷ്ട്രീയമായ മാനം കാണുന്നതും ശരിയുമല്ല. അത് ആ നിലയിൽ കാണേണ്ടുന്ന കാര്യവുമില്ല. ഇവിടുത്തെ വിഷയം തന്നെയുമല്ല, അത് എത്രയോ വർഷത്തിന് മുമ്പുള്ള കാര്യം. അതിലേക്ക് വരാം, ഒരുപാട് വർഷമൊന്നുമില്ല, അതിലേക്ക് വരാം. ശ്രീ KM ഷാജഹാൻ, താങ്കൾ ഇതെല്ലാം കേട്ടല്ലോ. എന്താണ് LDFൽ നടക്കുന്നത്? CPI എന്ത് ചെയ്യുന്നു, CPIM എന്ത് ചെയ്യുന്നു? അല്ല പ്രകാശ്, ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ പറയാം. അത് പ്രകാശ് വേണമെങ്കിൽ ഒരു കടലാസിൽ എഴുതി പോക്കറ്റിലിട്ടുകൊള്ളൂ. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനി ഒരു 5 വർഷവും കൂടി കേരളം ഭരിക്കാൻ പോകുന്നില്ല, അതിൽ യാതൊരു തർക്കവുമില്ല. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5 വർഷം ഈ സംസ്ഥാനം ഭരിക്കില്ല എന്ന് പറയുമ്പോൾ UDFൽ എല്ലാം ഭദ്രമാണെന്നൊന്നുമില്ല. UDFൽ എന്താ നടക്കുന്നതെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് CPMന്റെ നേതാക്കന്മാർ, അവർ വേറെ ഏതോ ലോകത്താണ് അവർ ജീവിച്ചിരിക്കുന്നത്. അവർ ഈ ഭൂമിയിലാണോ ജീവിച്ചിരിക്കുന്നതെന്ന് പോലും എനിക്ക് വലിയ സംശയം തോന്നുകയാണ്. ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ തുണിയുരിഞ്ഞു നിൽക്കുകയാണ് ഇവർ, ഈ AK ബാലനും കൂട്ടരുമൊക്കെ. ഇവിടെ ഇന്ന് എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ രണ്ടാമത്തെ കക്ഷി പറഞ്ഞത്? എന്താണ് പ്രകാശ് ബാബു എന്ന് പറഞ്ഞത്? അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങൾക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ചാനലിൽ ഒന്ന് പറഞ്ഞു, വിലക്കെടുക്കുകയാണ് പ്രതിപക്ഷത്തെ, അതിനി അവരില്ല എന്നവർ പറയുന്നു.
ഈ പ്രകാശ് ബാബു കൂടെ പറഞ്ഞു 1-ാം തീയതി മുതൽ അവരാവശ്യപ്പെടുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മീറ്റിംഗ് വിളിക്കാൻ. ഒന്ന് ആലോചിക്കണം, അവർ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ 2ാമത്തെ പാർട്ടിയാണ്. അവർ 1-ാം തീയതി മുതൽ ആവശ്യപ്പെടുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിളിക്കണം. എന്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിളിക്കുന്നത്? UDF ഒരു പ്രബല കക്ഷിക്കെതിരെ 1 കോടി രൂപയുടെ ആരോപണം വന്നിരിക്കുന്നു. ആ ആരോപണം ചർച്ച ചെയ്യാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം വിളിക്കണമെന്ന് അവരുടെ സംസ്ഥാന സെക്രട്ടറി ഫോണിൽ കൂടിയും നേരെ ഒക്കെ പറഞ്ഞിട്ടും ഈ CPM-കാർക്ക് അത് വിളിക്കാനുള്ള പരിപാടിയില്ല. അതിനുശേഷം അവർ ഗത്യന്തരമില്ലാതെ സെക്രട്ടറിയുടെ മുമ്പിൽ വന്നു. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു. പന്ന്യൻ രവീന്ദ്രൻ നേരെ തിരിച്ചു പറഞ്ഞിരുന്നതാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അവർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അവർ അസന്നിഗ്ധമായി CPM-നോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ടും ഈ AK ബാലനെ പോലുള്ള ആളുകൾ വന്നിരുന്നിട്ട് ജനങ്ങൾക്കൊരു സംശയവും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ തൊലിയുടെ കട്ടി എത്രയുണ്ടെന്ന് എന്തെങ്കിലും ഒരു 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 എക്യുപ്മെന്റ് വെച്ചിട്ടൊന്ന് പരിശോധിച്ച് നോക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രകാശ്, ഞാൻ നീട്ടുന്നില്ല, ഞാൻ ഒന്നുകൂടി പറയാം. ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ ഞാൻ എഴുതി വെച്ച് തരാം പ്രകാശ്, 5 വർഷം ഇനി അടുത്ത തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കാൻ പോകുന്നില്ല. ഈ അഴിമതി ആരോപണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ UDF-നെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അണികൾ സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് ഇവിടെ അധികാരത്തിലേറ്റുന്ന കാഴ്ച നമ്മൾ കേരളത്തിൽ കാണാൻ പോവുകയാണ്. ശ്രീ പ്രകാശ് ബാബു, RSP ഉൾപ്പെടെയുള്ള നിരവധി കക്ഷികൾ വിട്ടുപോയി കഴിഞ്ഞു. നിങ്ങൾ വളരെ കുറച്ച് കക്ഷികൾ മാത്രമാണ് ഇനി ഇടതുമുന്നണിയിൽ അവശേഷിക്കുന്നത്. നിങ്ങൾക്കൊന്നും കൂടിയാലോചിക്കാൻ കഴിയുന്നില്ല, പരസ്പരം സംസാരിക്കാൻ കഴിയുന്നില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിങ്ങൾക്ക് പരസ്യമായി ആളുകളോട് മുന്നണിയുടെ അധോഗതി അത് പറയേണ്ടി വരുന്നു. ഈ രീതിയിൽ എങ്ങോട്ട് പോകും ഈ മുന്നണി? ശ്രീ പ്രകാശ്, ഒരു തർക്കവും വേണ്ട. ബാർക്കോഴ വിവാദം CPI-CPM തർക്കമോ LDF-ലെ തർക്കമോ ആയിട്ട് മാറത്തില്ല. യോജിച്ച തീരുമാനം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിച്ച് ഇതിനു വേണ്ടിയുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ തർക്കമേ വേണ്ട. ഇവിടെ ശ്രീ അങ്ങനെ പറഞ്ഞ പോലെ കുടിവെള്ള സമരം പാതി വഴിയിൽ നിർത്തി നിങ്ങൾ കമ്മിറ്റി ചേർന്ന് സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. അത് പാതി വഴിയിൽ നിർത്തി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇന്ന് പന്ന്യൻ രവീന്ദ്രൻ സെക്രട്ടറിയേറ്റ് മുന്നിൽ ഉന്നയിച്ചത്. എന്തുകൊണ്ട് ഒരു സമരം തുടങ്ങുന്നു, അത് തീർക്കുമ്പോൾ ആലോചിക്കുന്നില്ല? ഒരു സമരം തുടങ്ങാൻ ആലോചിക്കുന്നില്ല, അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തേണ്ടി വരുന്നു. എന്താണ് മുന്നണിയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അത് തുറന്നു പറയാൻ കഴിയുമെങ്കിൽ ചുരുങ്ങിയ വാക്കുകളിൽ പറയുക. പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടുന്ന ഒരു വിമർശനമാണ്. നിശ്ചയമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടുത്ത യോഗം കൂടുമ്പോൾ 16-നോ 17-നോ യോഗം കൂടാമെന്നുള്ള നിലയിൽ അറിയിച്ചിട്ടുണ്ട്. ആ യോഗം കൂടുന്ന സമയത്ത് ആ വിഷയം ഗൗരവമായിട്ട് എടുക്കും. കാരണം ഈ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിച്ച വ്യക്തമാണ്. ഇനിയും സമയക്കുറവ് മൂലം ഇനിയും നിങ്ങൾ ചർച്ച ചെയ്യും. ശ്രീ ആന്റണി രാജു, നിങ്ങളെ ആരെല്ലാം വിളിച്ചു, നിങ്ങൾക്ക് വേണ്ടി ആരെല്ലാം ശ്രമിച്ചു, തുറന്നു പറയാൻ ഇനിയെങ്കിലും കഴിയുമോ? നിങ്ങളെ ചൊല്ലിയാണ് പ്രധാന തർക്കം. നിങ്ങളുടെ കട്ടിൽ, നിങ്ങളുടെ അഴിമതിക്കട്ടിൽ, മണിയെ കിടത്തിയിട്ട് ആ കട്ടിലിൻ്റെ 4 കാലിൽ ആരെല്ലാം പിടിക്കണം എന്നതിനെ ചൊല്ലിയാണ് തർക്കം. എൻ്റെ പ്രകാശ് ബാബു, ഇതൊക്കെ പ്രകാശ, ഇത് നമ്മൾ കേരളം മുഴുവൻ കണ്ടതല്ലേ. എന്നെക്കൊണ്ട് തന്നെ അത് പ്രകാശ് ബാബുവിനെ ഇരുത്തിക്കൊണ്ട് എന്നെക്കൊണ്ട് അത് പറയിപ്പിക്കണോ? CPI എന്നുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്ന്യൻ രവീന്ദ്രനല്ലേ എത്ര ആവേശത്തോടുകൂടി ഞങ്ങളുടെ പാർട്ടിയെ സമീപിച്ചത് നമ്മൾ കേരളം കണ്ടതല്ലേ. ഇനി ഇത്ര ഒരു ഗതികെട്ടൊരു ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ കേരളത്തിൽ? ഞങ്ങൾ ഇടതുപക്ഷ ഐക്യജനാധിപത്യയുടെ ഭാഗമായി നിൽക്കുമ്പോൾ പാർട്ടിയുടെ തീരുമാനമില്ലാതെ, മുന്നണിയുടെ തീരുമാനമില്ലാതെ ഞങ്ങളെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പരസ്യമായി ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ട് അങ്ങനെ വർഷങ്ങളൊന്നും ആയിട്ടില്ല, ഒരു 7 മാസങ്ങളേ ആയിട്ടുള്ളൂ. എന്നിട്ടിപ്പോൾ ഇന്നലെ അടുത്ത കാലത്ത് വന്നു, കഴിഞ്ഞ ആഴ്ച മുതലല്ലേ ഈ പ്രസംഗം. അതുവരെ അവരുടെ നിലപാട് ഇതായിരുന്നു അല്ല. ഒരു മാസം മുമ്പ് വരെയുള്ള നിലപാട് വ്യക്തമാണ് താങ്കളുടെ നിലപാട്. സമയക്കുറവ് മൂലം അവസാനിപ്പിക്കേണ്ടി വന്നതിൽ ക്ഷമിക്കണം ശ്രീ ആന്റണി രാജു. KM മാണി എന്ന അഴിമതിക്കാരനായി ഇന്നിപ്പോൾ എല്ലാവരും പറയുന്ന ആ നേതാവിൻ്റെ പാർട്ടിയെ കൊണ്ടുവരുന്നതിൽ CPI-യും CPM-ഉം ഒരുപോലെ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ CPI പിന്മാറിയിരിക്കുന്നു. LDF-ഉം UDF-ഉം തമ്മിൽ നടന്ന അഡ്ജസ്റ്റ്മെൻറ്റ് സമരങ്ങൾ അത് ഒരു ഘട്ടം വരെ എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഇനിയില്ല എന്ന് CPI പറഞ്ഞിരിക്കുന്നു. CPIM ആ അഡ്ജസ്റ്റ്മെൻറ്റ് തുടരുമോ എന്ന് ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും കേരള രാഷ്ട്രീയം എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും മോശപ്പെട്ട അവസ്ഥയെ ഈ കാര്യങ്ങളെല്ലാം പ്രതിഫലിപ്പിക്കുന്നു. വളരെ നന്ദി ശ്രീ പ്രകാശ് ബാബു, ശ്രീ ആന്റണി രാജു, ശ്രീ KM ഷാജഹാൻ,
CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ AK ബാലൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.